എന്താ ചെയ്യാ, ഒക്കെ ഒരു കൂട്ടം യോഗം, അല്ലാതെ എന്താ പറയാ. നാരായണന്റെ കാര്യം ഓർക്കുമ്പോഴ എത്ര കാലമായി എന്റെ ഉണ്ണിയിൽ നിന്ന് നടക്കുന്നു. ഇന്റർവ്യൂ ചെലവ് കഴിഞ്ഞിട്ടുണ്ടല്ലോ. അല്പം വൈകിയാണെങ്കിലും നാരായണ ജോലി കിട്ടാതിരിക്കില്ല. ആവോ, ആർക്കറിയാം. എന്നും ഇരുട്ടാണെന്ന് കരുതരുത്. നാരായണനേക്കാൾ 2 വയസ്സേ എനിക്ക് കുറവുള്ളൂ. എനിക്കും ജോലിയൊന്നും ആയിട്ടില്ലല്ലോ. പക്ഷേ സലിമിനെ പോലെ അല്ലല്ലോ നാരായണന്റെ സ്ഥിതി. തന്നെ പോയി മോളെ കാറി കയറിക്കോ. സമാനായി. ഇതല്ലാതെ ഒന്നും തരാൻ എന്റെ കയ്യിലില്ലാട്ടോ. നല്ലോണം അലങ്കരിക്കുന്നുണ്ടല്ലേ. ശുങ്കത്തിയുള്ള രണ്ടുപേരും കൂടെയാണല്ലേ വരവ്. ആമിനെ കാണാൻ വന്നതാ. ശരി, പൊക്കോ. അപ്പേ ഇങ്ങക്ക് രണ്ടാൾക്കും വേണ്ട ഇതൊന്നും. എന്താ നേരെ ഇങ്ങക്കും ചെയ്താൽ കഴിക്കും പെൺകുട്ടികളെ കെട്ടിച്ചു വിടണമെന്നൊരു വിചാരമില്ലേ? പറ്റിയൊരു ആലോചന വന്നാ പിന്നെ താമസിക്കണമെന്നില്ല. പറ്റിയൊരു ആലോചന വരട്ടെ കേട്ടാ. പിന്നെ ഉടനെ ഒന്നും വേണ്ടെന്നാ ഇപ്പോഴും പറയണത്. അത് പിന്നെ അങ്ങനെയല്ലേ. എന്നെ കെട്ടിച്ചു വിടച്ചാന്ന് ഏതെങ്കിലും പെൺകുട്ടികൾ പറയോ? സമയം അറിഞ്ഞ് വേണ്ടുന്നത് കാരണവന്മാർ ചെയ്യണം. ഇറച്ചിക്കറിയും പെങ്കിടങ്ങളും ഒരുപോലെ നായരെ. ചൂടെ അറിയാൽ ആവശ്യക്കാര് കുറയും. ഏതാടിറക്കണ കത്തിയാണാവോ പടച്ചോ ഞമ്മക്ക് വെച്ചിരിക്കുന്നത്. ആരാണ് ബാധ ഉണ്ടാക്കുന്നത്? ഓ, നീയോ? പെണ്ണ് ഇത്രയും വലുതായിട്ടും കുറുമ്പും കുസറിയൊന്നും മാറിയിട്ടില്ല അല്ലേ? ബാപ്പയുടെ പുന്നാര മോളല്ലേ? പുന്നാരം കൂടി എങ്ങനെ ഇരിക്കും? ആ, പലഹാരം. അമീന, ഇതിന്ന് പറഞ്ഞ ഞാൻ എടുത്തോട്ടെ? എന്തിനാ ഒരെണ്ണാക്കണേ? എല്ലാം നീ എടുത്തോ. മോളെ സൂറാവേ, ഇതിനെ എഴുതിയതല്ലാതെ വേറെ വല്ലതും മേടിക്കാനിട്ടാ? മറന്നു പോയിട്ടുണ്ടാവില്ലതും. ഉണ്ട് പാപ്പാ, ദാ വരണേ. എഴുതി കൊണ്ടുവാ. ദാ പാപ്പാ, ഇതും കൂടി വാങ്ങിച്ചോ, ഇല്ലെങ്കിൽ അന്നത്തെ പോലെ ബാപ്പ മറക്കും. ഇതെന്താ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്? ഇംഗ്ലീഷ് വരുന്ന ബാപ്പ ഇത് കടയിൽ കൊടുത്തേക്ക്, അവര് തരും. എന്തായാലും ബാപ്പോടി ഒന്ന് അറിയട്ടെ, നല്ല നോക്കി മേടിക്കല്ല. അത് പുതിയ തരം പൗഡറാ. എന്റെ പുന്നാരം മുത്ത, പൂവമ്പയത്തിന്റെ ചേരിക്കിരിക്കണ അന്റെ ഈ മുഖത്തിന് എന്തിനാ പിന്നെ ഒരു പൗഡറും പത്രാസും? അനക്കിനി ബാപ്പ മേടിക്കാൻ പോണത് ഒരു നല്ല പുയ്യാപ്പിളേനാണ്. ആ, എന്താണ് ബാപ്പയും മോളും കൂടി? ഒന്നും പറയണ്ട എന്റെ ചെറിയാമ്പൂരിയെ. എന്റെ മോള് ഭയങ്കര ഭാഷക്കാരിയാണ്. എന്തെങ്കിലും ഒരു കൽബിൽ വിചാരിച്ചു കഴിഞ്ഞാ അത് നടക്കണ വരേക്കും പടശം വന്ന് പറഞ്ഞാലും കേറിയിരിക്കുന്നു. ഇരിക്കാൻ നേരില്ല. ഞാൻ വന്നത് ഇത് തിരിച്ചേരാനാ. നിങ്ങളോട് നമ്മൾ പൈസ ചോദിച്ചാ? ചോദിച്ചോന്ന്? ഇല്ല. ഇപ്പൊ നിങ്ങളുടെ പോക്കറ്റിൽ തന്നെ വെച്ചോളിന്ന് മോളെ ചാക്കിന് പിടിച്ച. നിങ്ങൾക്കൊരു ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോ നമ്മൾ പലിശ അടക്കം മേടിച്ചോളാന്ന്. ഇതേ മോളെ, ചെറിയാമ്പൂരിക്കൊരു ചായ കൊടു. ചായക്ക് പാലില്ലാന്ന് വന്നിന്. ഒരു കാര്യം ചെയ്യും മോളെ, സുലൈമാനി കൊടുക്ക്. എന്തേ മോനെ യൂസുഫേ, ബാപ്പ ചന്തയിൽ പോയാ പുറത്തൊന്നും ഇറങ്ങി അടക്കരുതട്ടാ. മറ്റേ സുഹ്ര ഭാഗ്യവതിയാണ്. അതെന്താണ്? ഇത്രയും നല്ലൊരു ബാപ്പയുടെ മോളായിട്ട് ജനിച്ചത് തന്നെ ഭാഗ്യം വെച്ചോളൂ. അങ്ങനെ തോന്നിയത് ബാപ്പ നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് തിരിച്ചു മേടിക്കാത്തോണ്ടല്ലേ? ഓടി അവിടുന്ന് അടിവെച്ചെന്നുണ്ടല്ലോ.
എന്താ അവിടെ? ഒന്നുമില്ലേ? അവിടെ ഒരു ആട് നിൽക്കുന്നുണ്ട്. അത് ഏതാടാണെന്നറിയോ? അതാണ് സുഹറയുടെ ആട്. എന്നിട്ട് അവളവിടെ? അവളിപ്പോ വരും ആടിനെ അഴിക്കാൻ. ഇപ്പൊ സമയത്രടാ? 5 മണി കഴിഞ്ഞു. ഒരു ഗ്ലാസ് വെള്ളം എടുത്തു തരൂ. ആരാ അത്? സതിയോ? മോളെ സാവിത്രി, ആരാ വന്നിരിക്കണോ നോക്കൂ. വെള്ളം ഞാനെടുത്ത് വരാം. എവിടെയാ വെച്ചിരിക്കുന്നത്? ആ പാത്രത്തിൽ മൂടി വെച്ചിരിക്കണോ. കാണാറില്ലല്ലോ കുറെ കാലമായിട്ട്. ഓരോ തിരക്കുകളല്ലേ, വീട്ടിലെ പണിയും പിന്നെ സ്കൂളിലെ ജോലിയും അല്ലേ. സ്കൂളിൽ കാര്യമായ പണിയൊന്നുമില്ല. കുറച്ചു കുട്ടികളെ പാട്ട് പഠിപ്പിക്കണം. സംഗീതം കുട്ടിക്ക് പണ്ടേ ഇഷ്ടമുള്ളതാണല്ലോ. പക്ഷെ അത് ജോലിയായപ്പോ രസമില്ലാതായി. ഏതായാലും ഒന്ന് വന്നത് നന്നായി. ഞാൻ ഓർക്കുക, അച്ഛൻ ഇവിടെ കാര്യസ്ഥനായിരുന്ന കാലം. അന്ന് കുട്ടി ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. തമ്പുരാട്ടിയുടെ പാട്ട് കേൾക്കാൻ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. ആ കാലമൊക്കെ പോയി എന്റെ കുട്ടിയെ. ആനന്ദ ഹേമന്ത സന്ധ്യകളെ എന്ന് തുടങ്ങുന്ന ആ ഗാനം എത്ര കേട്ടാലും മതിയില്ല. ഇപ്പോഴും അത് കേൾക്കാൻ കൊതിയാവണു. നാക്ക് ശരിക്കും വഴങ്ങാതായിട്ട് എത്ര കാലമായിരുന്നു. കേൾക്കാൻ കൊതി ഇപ്പൊ എനിക്ക് അച്ചോളൂ. കുട്ടിക്കൊന്ന് പാടിക്കൂടെ? ഒന്ന് പാടുകൂട്ടി. ഈ മരുന്നിരിക്കുന്ന മരുന്നേക്കാൾ എത്ര ആശ്വാസം തരുമെന്ന് നിശ്ചയുണ്ടോ? വരിയൊക്കെ എപ്പോഴും ഓർമ്മയുണ്ടോന്നറിയില്ല. അതൊക്കെ നിശ്ചയുണ്ടാവും. ഒരിക്കൽ പാടി മറന്നറിഞ്ഞല്ലേ. തുടങ്ങുക വേണ്ടു, ഒഴുകി വരും പോലെ വരും. സദ്യ തന്നേൽ ബാക്കിയുള്ളത്. ഒഴിഞ്ഞ പോക്കറ്റിൽ നടക്കാൻ നല്ല രസമുണ്ടല്ലേ. ഒഴിഞ്ഞ മനസ്സും. സലീം ബാംഗ്ലൂർക്ക് പോയോ? ആ, ഞാൻ വീട്ടിൽ പോയിരുന്നു. ഇന്ന് എന്തായി? സലീം എന്താ അവിടെയും വഴിക്കിട്ട് വന്നിരിക്ക സുഹൃത്ത്. എന്തിന്? ഇന്റർവ്യൂവിന് വന്ന ഒരു പെൺകുട്ടിയെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് അപമാനിച്ചത്രേ. റിട്ടൺ ടെസ്റ്റിൽ ടോപ്പിലായിരുന്നു. ഹോപ്പ് ഉണ്ടായിരുന്നതാ. സലീം എന്താ ഒന്നും പറയാത്തത്? പെട്ടെന്നുണ്ടാകുന്ന ഒരു ഇമ്പൾസ്, അതുകൊണ്ട് ചെയ്തു പോകുന്ന പ്രവൃത്തി. തെറ്റും ശരിയും നിശ്ചയിക്കാൻ കഴിയില്ല. പിന്നെ ശ്രമിച്ചാൽ എനിക്കൊരു എഞ്ചിനീയർ ആകാം, പക്ഷെ ഒരിക്കലും ഒരു നാരായണാൻ കഴിയില്ല. ശരി, എന്നാ വരട്ടെ. കഴിഞ്ഞോട് നേരെ എനിക്ക് ഗ്രാഫ് കൂടെ വരയ്ക്കണത്രേ. എല്ലാം കഴിഞ്ഞ് അവർക്ക് എന്താ വേണമെന്ന് വെച്ചാൽ കൊടുത്ത് താൻ മില്ലിലോട്ട് വാ. നമ്മൾ അവിടെ ഉണ്ടാവും. തന്നെ 2 നാളൂ ദിനം കൊണ്ടൊരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ. അത് പണ്ടല്ലായിരുന്നോട് വെളിച്ചപ്പാട്. ഇപ്പൊ വണ്ടിയിലേറ്റി നടത്തുന്നതും ഭവാൻ എന്ന വെളിച്ചപ്പാടെ മിക്കവിടെ തന്റെ സംസ്കൃതത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്താനുണ്ട്. 2-4 ദിനം കൊണ്ടൊന്നല്ല, 10-24 വർഷങ്ങൾ കൊണ്ടെന്ന് പാട്. തന്നെ പോലെ മനുഷ്യനെ പറ്റിക്കാൻ പിത്തക്കോളുള്ള ശരീരവും പിറപ്പിച്ച് തുള്ളിയും തെറിപ്പാട്ട് പാടിയും ഇക്കുബന്ധ കളിച്ചിട്ടല്ല നമ്മൾ ഈ നിലയിലെത്തിയത്. എല്ലുമുറിയെ പണിയെടുത്തിട്ടാണ്. രാത്രിയൊന്നും പകലൊന്നും ഇല്ലാതെ കാട്ടിലും കൂപ്പിളിച്ചൊന്ന് അധ്വാനിച്ചിട്ട്. പിന്നെ മേനോച്ച, നിങ്ങൾക്ക് ബുദ്ധിയും ബോധവും ലേശം കുറവാണെന്ന് നമ്മൾ സമ്മതിച്ചിരിക്കുന്നു. പക്ഷേങ്കിലേ ഈ വിവരമില്ലാത്ത വെളിച്ചപ്പാട് പറഞ്ഞായിട്ട് നിങ്ങൾ ചിരിക്കരുത്. ഈ കൈ കണ്ട ഈ തയമ്പ് ഒരുപാട് കാലം തടി പിടിച്ചുണ്ടായതാണ്, അല്ലാതെ നേർച്ചപ്പെട്ടിൽ കൈയിട്ട് മാറിയതല്ല. ഈ കൈ കൊണ്ട് തടി പിടിക്കാൻ മാത്രമല്ല, വേറെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അതിനുള്ള ഹർക്കത്തും ഞമ്മക്കുണ്ട്.
പക്ഷെങ്കി ഇപ്പൊ നമ്മളത് ചെയ്യണില്ല. ഓർത്തോളി.